ബീഫ് മാത്രം ഉന്തി കയറ്റി കഴിഞ്ഞാൽ അങ്ങനെ കഴിക്കാൻ പറ്റുമോ? പൊറോട്ടയും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഉഷാറായനെ എന്ന് പറഞ്ഞിട്ട് തമാശ രൂപത്തിലുള്ള പ്രതികരണം കുറെ കണ്ട്. പക്ഷേ ബീഫിന്റെ കൂടെ പൊറോട്ടയാണെങ്കിൽ എനിക്ക് വലിയ താല്പര്യമില്ല. ബീഫിന്റെ കൂടെ നെയ്പ്പത്തിലാണെങ്കിൽ പൊളിക്കും. എനിക്ക് മാത്രമല്ല കേട്ടാ, മലബാറിലെ കുറെ ആൾക്കാർക്ക് ബീഫും നെയ്പ്പത്തിലും നമ്മൾ എങ്ങനെ ഉന്തി കയറ്റി തന്നാലും ചവച്ചരച്ച് എൻജോയ് ചെയ്തങ്ങ് തിന്നും. കേരള സ്റ്റോറി 2 ട്രെയിലർ കണ്ടപ്പം പലരുടെയും പ്രതികരണം ഇങ്ങനെ തമാശ രൂപത്തിലായിരുന്നു. പക്ഷേ തമാശയല്ല, ഗൗരവമുള്ള കാര്യം ഇതിന്റെ ബിഹൈൻഡ് ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ രാജ്യത്ത് നടന്ന ഏതെങ്കിലും ഒരു കലാപത്തിന്റെ ചെറിയൊരു ഭാഗം ഒരു സിനിമയുടെ ഒരു മൂലക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ മൂലം വെട്ടിക്കളയണം. അതിന്റെ അർത്ഥം അങ്ങനെ തന്നെയാണ് കേട്ടോ, തെറ്റിദ്ധരിക്കേണ്ടത്. അത് വെട്ടിക്കളയണം എന്ന് പറഞ്ഞിട്ട് സമരം ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ. എന്നാൽ ആ രാജ്യത്തിലെ തന്നെ ഒരു സ്റ്റേറ്റിന്റെ പേര് വളരെ മോശമാക്കി ചിത്രീകരിച്ച് ഇല്ലാ കഥ പ്രചരിപ്പിച്ചിട്ട് ഒരു സിനിമ എടുത്തപ്പോൾ അതിനെതിരെ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഒന്നാം ഭാഗം മാത്രം പോരാ, രണ്ടാം ഭാഗം വേണം എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന പവറുള്ള പൊളിറ്റീഷ്യൻസ്. പവറുള്ള എന്ന് പറഞ്ഞാൽ രാജ്യം ഭരിക്കുന്ന ആൾക്കാർ, അങ്ങനെ തന്നെ പറയണം. നമ്മൾ മലയാളികൾക്ക് ഇത് കേൾക്കുമ്പോൾ ചിരി വരും. ഈവൻ സംഘികളായ മലയാളികൾ പോലും ഇത് കേൾക്കുമ്പോൾ ചിരിക്കും. അവർക്കറിയാം ഇതിലൊരു യാഥാർത്ഥ്യം ഇല്ല എന്നുള്ളത്. പക്ഷേ അന്യ സംസ്ഥാനത്ത് ചില അന്ധഭക്തികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് കേരളത്തിനോട് വല്ലാത്ത വെറുപ്പും ഒരു നിശ്ചിത കമ്മ്യൂണിറ്റിയെ വളരെ മോശമാക്കിയിട്ട് ഈ പടത്തിൽ ചിത്രീകരിച്ചത് കൊണ്ട് തന്നെ ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരെ കാണുമ്പോൾ ആക്രമിക്കാനുള്ള സാധ്യതയില്ല. സുഹൃത്തുക്കളെ, ഇതൊരു സിനിമാക്കാർ മാത്രം പിടിച്ച പടമല്ല. ഇതിന്റെ പിന്നിൽ ഒരു പ്രൊപ്പഗണ്ട ഉണ്ട്. ജാഫർ ഫയൽ കേട്ടിട്ടുണ്ടോ? ജാഫർ ഫയൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, ജെഫ്രി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ജാഫർ എന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള പേര് കേൾക്കുമ്പോൾ ഇപ്പോൾ ഒരു ഹുക്കുള്ളൂ, അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. ആ ഫയൽ പുറത്ത് വന്നപ്പം പലർക്കും ചില സത്യങ്ങൾ മനസ്സിലായി. 9/11 2 ബിൽഡിങ്ങുകൾ, പടുകൂറ്റൻ ബിൽഡിങ്ങുകൾ വിമാനം ഇടിച്ചിട്ട് പൊടിപൊടിയായി ഇടിച്ചപ്പോൾ അന്ന് നമ്മളൊക്കെ വിശ്വസിച്ചു ഒരു തീവ്രവാദി ഇതിന് പിന്നിലാന്ന് പറഞ്ഞു. ഒരു നിശ്ചിത മതത്തിലുള്ള ഒരു ഫുള്ള് തീവ്രവാദികളായി മാറി. ആ തീവ്രവാദിയെ പരതാനായിട്ട് ലോക പോലീസ് അഫ്ഗാനിസ്ഥാൻ തകർത്ത് തരിപ്പണമാക്കി. അതിനുശേഷം ഇറാഖിലേക്ക് പോയി. അവിടെയുള്ള ടൺ കണക്കിന് ഗോൾഡും ഓയിലും ഒക്കെ നാഷണൽ റിസോഴ്സ് മൊത്തം അടിച്ചു മാറ്റിപ്പോയി. പിന്നെ ലിബിയയിൽ വന്നു. അവിടുത്തെ ഭരണാധികാരി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പോലും പീഡിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ നമ്മളൊക്കെ വിശ്വസിച്ചു. അങ്ങനെയാണ് ഇവർ ആ പ്രൊപ്പഗണ്ട പറഞ്ഞ് പരത്തുന്നത്. പിന്നീട് മനസ്സിലാവുന്നത് ലിബിയയിൽ അയാൾ ഭരിക്കുമ്പോൾ വീടില്ലാത്ത ആൾക്കാരില്ല. വിദേശത്ത് പഠിക്കാൻ ഗവൺമെന്റ് പൈസ കൊടുക്കും. എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ എല്ലാം ഫ്രീ. സമ്പൽ സമൃദ്ധി. ആ രാജ്യത്തിന്റെ കംപ്ലീറ്റ് നാഷണൽ റിസോഴ്സസ് അടിച്ചു മാറ്റി ലോക പോലീസ് പോയി. പിന്നെ ഈ ജാഫർ ഫയൽ ലീക്കായപ്പോഴാണ് ഇതിന്റെ ബിഹൈൻഡ് പലതും ഉണ്ടെന്നും അന്നും പലരും പറഞ്ഞിരുന്നു ഒരു വിമാനം ഇങ്ങനെ ഇടിക്കുമ്പോൾ ബിൽഡിംഗ് ഇങ്ങനെ പൊടിയായിട്ട് പൊട്ടൂല. പക്ഷെ അന്ന് തന്നെ ഇവരെ കയ്യിൽ ഉണ്ട് എന്ന് സംശയമുണ്ട്. കാരണം അത്തരത്തിലാണ് അവർ ചിത്രീകരിച്ചത്. ഒരു വിമാനം ഇങ്ങനെ ഇടിക്കുമ്പോൾ ഒരു ബിൽഡിംഗ് ഇങ്ങനെ പൊടിയായി പൊടിഞ്ഞു പോകില്ല എന്ന് നമുക്ക് മനസ്സിലായി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ഇന്ത്യ എക്സ്പ്രസ്, നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ഒരു ഡാർക്ക് ഡേ, പലരും മരിച്ചിരുന്നു. ഈ അടുത്ത് വിമാനം 2 നിലയുള്ള ഒരു ബിൽഡിങ്ങിന് ഇടിച്ചപ്പോൾ ആ ബിൽഡിങ്ങിന്റെ ഒരു കോണ് മാത്രമേ പൊട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ അസത്യം സത്യത്തെ മൂടി വെക്കുന്ന രീതിയിൽ, അസത്യമാണ് സത്യം എന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ പ്രൊപ്പഗണ്ട പറഞ്ഞ് പരത്താൻ ഇന്ന് ലോകത്തിന്റെ ഡാർക്ക് ശക്തിക്ക് കഴിയും എന്നത് നമ്മളെ രാജ്യത്തിന്റെ നേതാവും ഈ ജാഫർ ഫയലിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവിടുന്ന് പഠിച്ച പല ട്രിക്കും ഇവിടെ പ്രാക്ടിക്കലാക്കുന്നുണ്ട്. ഇന്ത്യയും അഫ്ഗാനും തമ്മിൽ നല്ല ബന്ധമല്ലേ? കേരള സ്റ്റോറി 1 അഫ്ഗാനിസ്ഥാനിലേക്ക് ഒരു മലയാളി പെൺകുട്ടിയെ കൊണ്ടുവന്ന ഒരു സീനൊക്കെ ഇല്ലേ? അഫ്ഗാനും ഇന്ത്യയും ഇപ്പം നല്ല മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. ഒരു പാവം പെൺകുട്ടിയെ ഈ ലവ് ജിഹാദിന്റെ പേരിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് കടത്തിയിട്ടുണ്ടെങ്കിലും താലിബാനാണല്ലോ ഇപ്പൊ അഫ്ഗാൻ ഭരിക്കുന്നത്. ആ പെൺകുട്ടിയെ തിരിച്ചു കൊടുക്കാൻ അവർക്ക് വല്ല മടിയുണ്ടാവോ? ചോദിക്കാൻ നമ്മളെ പൊളിറ്റിക്കൽ ലീഡേഴ്സിന് മടിയുണ്ടാവോ? അപ്പൊ ആ പെൺകുട്ടി എവിടെ? കേരള സ്റ്റോറി 1 പറഞ്ഞ കാര്യങ്ങൾ റിയൽ അല്ല. പക്ഷെ അന്ധഭക്തികൾ അത് വിശ്വസിക്കുന്നുണ്ട്. നമ്മളെ കേരളത്തിൽ അത് വിശ്വസിക്കൂല. ഈവൻ കേരളത്തിലെ സംഘികളടക്കം അത് വിശ്വസിക്കൂല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം കുറച്ച് വിദ്യാഭ്യാസം ഓൽക്കുണ്ട്. അതുകൊണ്ടാണ് ചില കാര്യങ്ങളിൽ അവരുടെ മിസ്റ്റേക്കുകൾ അവരെന്നെ പ്രതികരിക്കുന്നത്. എന്താപ്പ ഇത് എന്നുള്ള എനിക്കറിയാം. കുറച്ച് എനിക്ക് BJP ഫ്രണ്ട്സ് ഉണ്ട്. അവർ പറയും ഇത് എന്താ ഈ കാട് നോർത്ത് ഇന്ത്യയിൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയും. അവരെന്റെ കൂടെ ഇരുന്ന് ബീഫ് തിന്നാറുണ്ട്. ഇവർക്ക് ട്രബിള് ഈ കേരള സ്റ്റോറിയിലുള്ള തീവ്രവാദികളോ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞ് ഇവരുണ്ടാക്കിയ കഥയോ ഒന്നല്ല. ടോട്ടൽ കേരള ഈ സംഘപരിവാറിന്റെ ആൾക്കാർക്ക് ട്രബിളാണ്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ ഇവർ ചെറിയ അടവുകൾ പ്രയോഗിക്കുമ്പോൾ പിടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. കേരളത്തിൽ 18 അടവും പ്രയോഗിച്ചിട്ടും പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഇവരുടെ പാളയത്തിലുള്ള ഒരുപാട് ആൾക്കാർ കേരളത്തിൽ ഉണ്ടെങ്കിലും അവർക്ക്, അതായത് സംഘികൾക്ക് തന്നെ അറിയാം, മലയാളികളായ സംഘികൾക്ക് തന്നെ അറിയാം നേരെന്താണ് കളവെന്താണെന്നുള്ളത്. അപ്പൊ ഈ അന്ധഭക്തിന്റെ ജനറേഷൻ കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റാത്ത സങ്കടത്തിലാണ് ഇങ്ങനെയുള്ള പല പ്രോപ്പഗണ്ടയും വരുന്നത്. രാഷ്ട്രീയം എന്തുമായിക്കോട്ടെ, നേരിനൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന മലയാളികളുടെ ബ്ലഡിൽ കുറേ പേർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മലയാളിയായിട്ട് നിൽക്കുക, പ്രതികരിക്കേണ്ടത് പ്രതികരിക്കുക. താങ്ക് യു സോ മച്ച്.